ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ജൂൺ മാസം ആയിട്ടുണ്ട്. സ്കൂളുകൾ തുറന്ന് കോളേജുകൾ തുറന്ന് ഇനി പഴയ പോലെ എല്ലാ കാര്യങ്ങളും സ്കെഡ്യൂൾ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ലൈഫിൽ ഇനി മുന്നോട്ട് വരുന്ന ഓരോ 365 ദിവസങ്ങളിലും നമ്മൾ ബിസി ആയിരിക്കും. എന്നാലും പതിവ് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ മാസത്തെ ബുള്ളറ്റ് ജേണലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മാസത്തെ ബൂജോ സെറ്റപ്പ് ഇഷ്ടമായാലും ലൈക്കും വേണ്ടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ബുള്ളറ്റ് ജേണൽ. ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എങ്ങനെയാണ് അതിൻ്റെ ലേഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഈ ബുക്ക് A4 സൈസിലാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാ തവണയും ഒരേ ലേഔട്ട് തന്നെയാണ് ചെയ്തു പോകാറ്. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സമയക്കൂടുതൽ കൊണ്ടൊന്നല്ല കേട്ടോ, എന്തോ ഒരു തോന്നൽ. പറയുമ്പോൾ ഞങ്ങൾക്ക് വെക്കേഷനൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല, വെക്കേഷൻ ഇല്ല, അതാണ് സത്യം. കഴിഞ്ഞ 2024 ജൂലൈയിൽ ക്ലാസ് തുടങ്ങിയിട്ട് ഈ 2025 ഓഗസ്റ്റിലെ ക്ലാസ് അവസാനിക്കും. അതിൻ്റെ ഇടയിലുള്ള ശനി ഞായർ മാത്രം അവധിയായിട്ട് എടുക്കാം. അതാണ് ഞങ്ങളുടെ ഒരു കോളേജിൻ്റെ പോളിസി. സോ 2 മാസത്തെ വെക്കേഷന് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, നമ്മൾ ഓൾവേസ് ബിസി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ജേണൽ സ്പ്രെഡിൻ്റെ വെറൈറ്റി ഞാൻ വിചാരിച്ചു, അതായത് ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് സെൻറ്ററിൽ കൂടെ ഇങ്ങനൊരു വേവ് പോലെ കൊടുക്കാം. അപ്പോൾ എന്നിട്ടത് കട്ട് ചെയ്തിട്ട് 2 ആവുമല്ലോ, അതിൽ 2 പീസ് ഉണ്ടാവുമല്ലോ. അതായത് ഒന്ന് നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ടാവും, ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത കയ്യിലുള്ള പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പീസ് ഇങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെ എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഒരു വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, അടുത്ത പേജിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഈ 2 പേജും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ തലേ ദിവസം പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഞാനൊരു പേജിൽ കട്ട് ചെയ്തൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, ഭംഗിയുണ്ടെന്നൊക്കെ തോന്നി. അപ്പോൾ പ്ലാന് അതന്നെ ആയിരുന്നു രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ച് നോക്കി. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുറച്ച് നമ്മൾ അതിൻ്റെ സൈഡ് ഒന്ന് സ്കോർ ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് മറ്റേ പേജിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് സെൻറ്ററിൽ വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ സ്പ്രെഡ്സ് കാണുമ്പോൾ രസമായിരിക്കില്ല എന്നൊക്കെ തോന്നി. പിന്നെ ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെയൊക്കെ തുറന്നിട്ട് കരയിൽ എഴുതാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്ലാൻ മാറ്റിയെന്ന് പറഞ്ഞല്ലോ, ഈ ഒരൊറ്റ പീസ് മാത്രം മതി, സിംഗിൾ പീസ് തന്നെ നല്ലതെന്ന് തോന്നി. പിന്നെ ഇതൊക്കെയാണ് പ്രിൻ്റ് ചെയ്തതായിരുന്നു. അതായത് ഇതിലേക്ക് ലേഔട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തീം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാൻ സോഫ്റ്റ് ബ്രൗൺ ആസ്തറ്റിക്കാണ് ഉദ്ദേശിച്ചത്. അതിൽ ഈ സോഫ്റ്റ് ബ്രൗൺ ആസ്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കണ്ണിലും എൻ്റെ കയ്യിലും കിട്ടുക ഈ ബ്രെഡ്, പാൻ കേക്ക്, മിൽക്ക് ടീ എക്സെട്ര അങ്ങനത്തെ സാധനങ്ങൾ മാത്രമായിരിക്കും എൻ്റെ കണ്ണിൽ വിടുക. പിന്നെ ബ്രൗൺ ഗിംഗാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ, അതായത് ഒരു ബേക്കറി സോഫ്റ്റ് ബ്രൗണ് അങ്ങനത്തെ ഒക്കെ ഒരു തീമാണ് കേട്ടോ ഇത്. ഈ ഒരു ഫിലിം സ്ട്രിപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ കുറേ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ആവോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവസാനം ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിലിം സ്ട്രിപ്പ് ഞാൻ ആദ്യം അതിൻ്റെ PNG ഫോർമാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് അതിനുള്ളിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ PNG നോക്കിയിട്ട് എനിക്ക് PNG ഫോർമാറ്റിൽ ഉണ്ട്, പക്ഷേ എന്താ പറയുക, അത് ഞാൻ വിചാരിച്ച ടൈപ്പിലേക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫിലിം സ്ട്രിപ്പ് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അവിടെ ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാം. ഫോട്ടോസ് ഈ ഫിലിം സ്ട്രിപ്പിനേക്കാളും കുറച്ചുകൂടെ സൈസിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടത് ഒട്ടിച്ച് കഴിഞ്ഞ് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു പരിപാടിയാണ്, ഈ ഒരു ഫിലിം സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ വൈറ്റ് പോർഷൻസ് കട്ട് ചെയ്യുന്നത്. ഞാൻ വിൻറ്റേജ് സ്ക്രാപ്പ് ബുക്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഫിലിം സ്ട്രിപ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അത് ഇത്ര സൈസിലുണ്ടാവില്ല, കുറച്ചുകൂടെ സൈസ് ചെറുതാക്കിയിട്ടാണ് ഞാൻ പ്രിൻ്റ് ചെയ്യൽ. എന്നിട്ട് അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. കുറേ പ്രിൻ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ഇരുന്നും കുറേ കട്ട് ചെയ്ത് എടുത്ത് വെക്കും. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇടയിൽ ഇതിങ്ങനെ കട്ട് ചെയ്യൽ ഭയങ്കരമായിട്ട് ഭ്രാന്താക്കും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് കുറച്ച് വലിയ സൈസിലുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല കട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലുള്ളത്തെ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് ഞാനും അറിയാണ്ട് പ്രിൻ്റ് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച്, അതായത് അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കവറിങ് കൂടെ വരും, അതില്ലായിരുന്നു. ഇനി ഞാൻ ഫോട്ടോസ് അറേഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ 2 ഫോട്ടോസ് ഓക്കെ ആയിരുന്നു. തേർഡ് പിക്ചർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത് വന്നത്, ഞാൻ കുറച്ചും കൂടെ സൈസ് നീട്ടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് സൈസിലാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇതിൻ്റെ പിന്നിലത്തെ എഴുത്തും കാര്യങ്ങളൊന്നും കണ്ട് അന്തം വിടേണ്ട കേട്ടോ. റഫായിട്ടുള്ള A4 പേപ്പേഴ്സിലാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഉള്ളത് പ്രിൻ്റ് ചെയ്യൽ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ കുറേ ഇതിൻ്റെ കോളേജിൽ എന്താ പ്രൊജക്റ്റിൻ്റെ എന്തോ ഒരു പേജായിരുന്നു അത്. അപ്പോൾ അങ്ങനെ പിക്ചേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ
സ്പേസ് ഇൻ ദ സെൻസ് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇനി ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ വരുന്നത്. കുറച്ച് എന്താ പറയുക, കുറച്ച് ഓവർലോഡഡ് ആയിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ ഈ പേജിൻ്റെ ഫസ്റ്റിൽ കുറച്ച് പോർഷൻസിലായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കുഞ്ഞു സ്പേസിൽ കൊള്ളുന്ന രീതിക്കായിരിക്കും. ഇത് ഈ ഒരു പേജിൻ്റെ ഈ ഒരു സൈസ് മൊത്തം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കാര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ആ ഫിലിം സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് ഒരു റെസിപ്റ്റ് പോലത്തെ 2 പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നൊരു വൈറ്റ് ആസ്തറ്റിക്സിൽ വരുന്നതും ഒന്നൊരു ഇങ്ങനത്തെ ക്യൂട്ടായിട്ട് അങ്ങനെ വരുന്ന 2 തീമിലുള്ളത് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്കിങ്ങനെ തോന്നി ഈ 2 ഭംഗി ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ആ ഒരു തോന്നലിൽ ഓർത്ത് ഞാൻ 2 പ്രിൻ്റ് ചെയ്തതാണ്. ഇനി അതായത് ഏതാണോ മാച്ച് ആവുന്നത് അത് ഒട്ടിച്ചു കൊടുക്കാം, അല്ലാത്തത് എടുത്ത് വെക്കാമല്ലോ. മറ്റേത് ഒന്ന് മാത്രം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പ്രിൻ്റ് ചെയ്യാം, സിസ്റ്റത്തിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു വൈറ്റ് ആസ്തറ്റിക്സിൽ വരുന്ന ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ക്യൂട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ക്യൂട്ടായിട്ടുള്ള റെസിപ്റ്റായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ അതായത് ഫിലിം സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ സോഫ്റ്റ് ബ്രൗൺ ആസ്തറ്റിക്സിൽ വരുന്ന ഫോട്ടോസാണ് കേട്ടോ. ഇനി ഒരു വൈറ്റ് ഗ്രീഡ് പേപ്പർ ഉണ്ടായിരുന്നു. അതുമതി ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ചുക്കി ചുളിച്ചിട്ടും അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോഫി ബാഗ് അങ്ങനത്തെ ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും എവിടെ സെറ്റ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതായത് ഒരു പപ്പി ഇങ്ങനെ ഇത് നമ്മൾ സോഫ്റ്റ് ബ്രൗൺ ആസ്തറ്റിക്സിൽ ഇങ്ങനത്തെ കഫേ ബ്രെഡ് അങ്ങനത്തെ തീമാണല്ലോ. അപ്പോൾ ഒരു പപ്പി ഷെഫ് ആയാലും ഇങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു സ്റ്റിക്കറായിരുന്നു അത്. പിന്നെ താഴെ ഒരു ക്രോസ പിന്നെ ഒരു ടീ ആ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഡിസൈനും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഒരു ഡിസൈന് അത് ഈ ഒരു സൈഡിലായിട്ടാട്ടോ ഒട്ടിക്കാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡോട്ടഡ് സ്റ്റിക്കറും കൂടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം ഞാൻ അത്ര ഇങ്ങനെ ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ, മിനിമലായിട്ടാണ്. കാരണം ഫ്രണ്ട് പേജ് അത്യാവശ്യം ഓവർലോഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പേജിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയല്ലോ. അപ്പോൾ മറ്റേ സൈഡ് ഉണ്ടല്ലോ അവിടെയും കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഉൾവശമൊക്കെ കുറച്ചായിട്ട് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു ഗ്രിഡ് വാഷ് ടൈപ്പിൻ്റെ ഒരു പീസും കൂടെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഗ്രിഡ് പേപ്പറിൻ്റെ ഒരു പീസ് ഒട്ടിച്ചില്ലേ ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഡെക്കറേഷൻസ് വരുന്നത്. ഇനി ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അതായത് അവിടെ ഫില്ല് ചെയ്യാത്ത പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഓംലെറ്റിൻ്റെ ഒരു ഫോട്ടോ അല്ല സ്റ്റിക്കർ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റിക്കർ ബുക്കിൽ 2 മെറ്റീരിയലിലാണ് വരുന്നത്. ഒന്നൊരു PVC കൈൻഡ് ഓഫ്, ഒന്നൊരു മാറ്റ്. അപ്പോൾ ഞാൻ ആദ്യം PVC അങ്ങനത്തെ അതായത് PET സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം. അപ്പോൾ അങ്ങനത്തെ സ്റ്റിക്കർ ആയിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് ശരിക്കും കാണുമ്പോൾ ഓക്കെയാണ്. ബട്ട് വീഡിയോയിൽ കാണുമ്പോൾ ആ വൈറ്റ് പോർഷന് കാണുന്നില്ല, ജസ്റ്റ് എന്താ പറയുക ഒരു ഓറഞ്ച് ഡോട്ട് അതുപോലെ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റിമൂവ് ചെയ്യാം, വേറെ എന്തെങ്കിലും ഒട്ടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴായിരുന്നു അതിൻ്റെ മാറ്റിൽ വരുന്നത് കണ്ടേ. അപ്പോൾ ഞാൻ അതെടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാറ്റിൽ എപ്പോഴും ഒന്നും കൂടെ കാണുന്നുണ്ടായിരുന്നു, അതായത് ആ ഒരു വൈറ്റ് പോർഷനും കൂടെ. മറ്റേത് നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു പേപ്പറിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞ് നിൽക്കും, അപ്പോൾ ശരിക്കും കാണില്ല. അതായത് വൈറ്റ് സർഫേസിലാകുമ്പോൾ തീരെയും കാണില്ല. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പനി, ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന എക്സെട്ര അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തൊണ്ടയ്ക്കൊരു കിച്ച് എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ ഉണ്ട്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തോന്നാം. ഇനി ഇതിൽ ഞാൻ ജൂൺ 1 എന്നുള്ളതും കൂടെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് എങ്കിൽ സ്റ്റാമ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ബ്രൗൺ എടുക്കാം, സോഫ്റ്റ് ബ്രൗൺ ആണല്ലോ. അങ്ങനെ ഞാൻ ബ്രൗൺ ഇങ്ക് പാഡ് എടുത്തിട്ട് ഞാൻ അതിൽ ഇങ്ങനെ മുക്കി കഴിഞ്ഞപ്പോൾ ആകെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് ഇനി ആ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ടാകും. ഞാൻ പിന്നെ ബ്ലാക്കിൽ തന്നെ മുക്കിയിട്ട് ബ്ലാക്ക് കൊണ്ടായിട്ടോ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അല്ലറ ചില്ലറ എന്തെങ്കിലും സ്റ്റിക്കേഴ്സും കൂടെ കിട്ടുമോ എന്നുള്ളതായിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ബുക്കിൽ കടന്ന് പരതുന്നത്. എന്തെങ്കിലും കിട്ടിയാൽ അവിടെ ഒട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ സെറ്റായിരുന്നു. ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ്സ് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഇങ്ങനെ ചിലതിന് മാച്ച് ആവില്ല. അതായത് എൻ്റെ ഒരു എസ്തറ്റിക്സിനോട് എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒന്നും മാച്ച് ആവില്ല തോന്നും. ഇതിൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് കവായി ആണോ ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും എന്തോ എനിക്ക് മാച്ച് ആവാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതിൽ എന്തോ ഒരു ചൈനയിൽ എന്തോന്ന് എഴുതിയൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ ആ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അർത്ഥമൊന്നും അറിയില്ല, എന്നാലും അങ്ങോട്ട് ഒട്ടിക്കുന്ന ഭംഗി മാത്രം. ഇനി അത് കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് കിട്ടുമോ എന്നുള്ളതാണ് കേട്ടോ ഇതിൽ ഞാൻ പിന്നെ കടന്ന് പരതുന്നത്. അപ്പോൾ ഈ ഒരു അതായത് ഇങ്ങനത്തെ റൗണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അത് ഡോട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ റൗണ്ടിൽ സെൻറ്ററിൽ ഇങ്ങനെ ഹോൾ വരുന്ന അങ്ങനത്തെ ഒരു മോഡലിലും വരുന്നുണ്ട്. അപ്പോൾ ആ 2ാമത്തെ മോഡലിലുള്ളതാട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. അതായത് സെൻറ്ററിൽ അങ്ങനെ ഹോൾ വന്നിട്ട് അങ്ങനത്തെ വരുന്നതുണ്ടല്ലോ, ഇതിനെന്ത് എക്സാക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു.
എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഈ ഒരു സെൻട്രലായിട്ട് ജൂൺ എന്നുള്ളത് എഴുതി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റൗണ്ട് സ്റ്റിക്കേഴ്സ് ഇല്ലേ, ആൽഫബറ്റ്സിൻ്റെ അങ്ങനത്തേത് പ്രിൻ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പ്രെഡ്സ് ഒക്കെ മെൻഷൻ ചെയ്യില്ലേ, അപ്പോൾ എന്താണോ മൂഡ് അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഫിലിം സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച്, അതായത് വൈറ്റ് പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയൊരു വാഷി ടൈപ്പ് പീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അതിന്മേൽ. പക്ഷെ അത് ഞാൻ വിചാരിച്ച സ്ഥലത്ത് മാച്ചായില്ല. പിന്നെ ഞാൻ ഫിലിം സ്ട്രിപ്പിൻ്റെ മണ്ടയ്ക്ക് കയറ്റിയിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അവിടെ മാച്ചായിട്ട് തോന്നി. കാരണം അതിൽ വരുന്ന പിക്ചേഴ്സിൻ്റെ കളറും ആ ഒരു, അതായത് ആ ഒരു കളർ പാലറ്റ് തമ്മിൽ നല്ല മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബ്രൗൺ ഗിങ്ക വാഷ് ടൈപ്പാണ്. അപ്പോൾ അതിന്നൊരു പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡിലും കൂടെ ഞാനിങ്ങനെ കാര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. കാര്യമായിട്ട് എന്നല്ല, എന്നാലും കുറച്ചൊക്കെ. പിന്നെ ഉള്ളിലേക്കൊന്നും വല്ലാണ്ടില്ല. ഇനി ഈ ഒരു നമ്മുടെ ബില്ലിൻ്റെ ഒക്കെ സൈഡിൽ വരുന്ന ഹോളായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ആ ഒരു പോർഷനും അതും കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു, അതായത് PET സ്റ്റിക്കേഴ്സ് ഞാൻ മാച്ച് ആവോ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെ അല്ലേ. അപ്പോൾ അത് ഇതിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കി, പക്ഷെ അത് മാച്ച് ആവുന്നില്ല. അതൊരു കൈൻഡ് ഓഫ് ഓട്ടോ വൈബൊക്കെ പോലെ തോന്നി എനിക്ക്. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ് ബ്രൗൺ ആസ്തറ്റിക്സിന് മാച്ച് ആകുന്നില്ല ഗൈസ്. പിന്നെ ഒരു വുഡൻ സ്റ്റാമ്പ് ഇവിടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വുഡൻ സ്റ്റാമ്പിൻ്റെ രണ്ട് സൈഡിൽ സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് വേണ്ട ആ ഒരു ഭാഗത്ത് മാത്രം ആയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം ഇങ്ക് ആക്കൽ നടക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം, അതായത് ഇങ്ക് പാഡിൽ മുക്കിയിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗത്തേക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു. എന്നാൽ വേണ്ട ഭാഗത്തെ ഇങ്ക് മാത്രം പതിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഞാൻ അവിടെ സ്റ്റാമ്പ് ചെയ്തിട്ട് ഈ ഒരു നേരത്തെ നമ്മൾ വൈറ്റ് ആസ്തറ്റിക്സിൽ വരുന്നൊരു റെസിപ്റ്റും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അവിടെ റെസിപ്റ്റിൻ്റെ ആ ഒരു എഴുത്ത് വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു പേജിനായിട്ട് വെച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ചു. അതേ പശ തേച്ച് ഒട്ടിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി സ്റ്റാപ്ലർ പിന്നെ അടിക്കാം, അത് ഒന്നുകൂടെ ഭംഗി ഉണ്ടാകും. പിന്നെ ഈ ഒരു ഡോട്ടഡ് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിക്കാൻ. അപ്പോൾ ഞാൻ എല്ലായിടത്തും അത് വാരി വെതറി ഒട്ടിക്കാറുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു 4 കളേഴ്സിൽ തന്നെ വരുന്നുള്ളൂ. ഇങ്ങനത്തെ ഒന്നും കൂടെ ഉണ്ട് വേറെ കളർ തീമിൽ വരുന്നത്. പക്ഷെ അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിപ്പോഴും ലണ്ടനിൽ തന്നെയാണ്. അതിന് എന്ന് കാലമാണ് കയ്യിൽ കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അതും അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് കിട്ടാനും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല, ആരും വരാനില്ല. ഇനി ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരണം. ഇത് മാത്രമേ മാർഗുള്ളൂ. അപ്പോൾ അത് രണ്ടും ഇപ്പോൾ സാധ്യമല്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ ഇതെല്ലാം ഒട്ടിച്ച് തീർക്കാം. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് ഞാൻ ഇതുപോലത്തെ ഒരു ബെയറിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാറ്റർഡേ എന്നുള്ളത് ഇത് റാൻഡ് എന്നെ ചൂസ് ചെയ്തതാട്ടോ. അല്ലാണ്ട് ജൂൺ 1 സാറ്റർഡേ അല്ലല്ലോ, സൺഡേ അല്ലായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്കെന്തോ ആ ഒരു സ്റ്റിക്കർ ടേബിളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ പിടിച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതും എടുത്ത് ഓർഗനൈസ് ചെയ്യാൻ നിൽക്കണം, എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നല്ലത് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞല്ലോ പരിപാടി. അപ്പോൾ ഞാൻ ഇവിടെയാണ് ആദ്യം ഞാൻ നമ്മുടെ മറ്റേ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ പറിച്ചെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച്. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ തിരിച്ച് ആദ്യം ഒട്ടിച്ച ആ സ്ഥാനത്ത് തന്നെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാൻ സ്പ്രെഡ്സ് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എവിടേക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്ന സ്പ്രെഡ്സ് തന്നെ ഗോൾസ്, വിഷ് ലിസ്റ്റ്, ഹാബിറ്റ് ട്രാക്കർ, ബഡ്ജറ്റ്. പിന്നെ ഇതിൽ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കോണ്ടന്റ് ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഞാൻ യൂട്യൂബിൻ്റെ ഒരു പ്ലാനർ ഉണ്ട്, അതിലാണൊക്കെ എഴുതാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടും എനിക്ക് യൂട്യൂബിൻ്റെ പ്ലാനറിൽ കുത്തി കുറച്ച് ഇരുന്ന് അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇതിൽ എഴുതി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഹാബിറ്റ് ട്രാക്കറിൽ കുറച്ച് ഹാബിറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാബിറ്റ്സ് ഇൻ ദ സെൻസ് ഒന്ന് കോളേജത്തെ വർക്ക്സും, അതായത് എംബ്രോയ്ഡറിയും കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ അതല്ലാണ്ട് കുറച്ച് വർക്ക്സ് ഉണ്ട്, ആപ്ലിക് വർക്ക്, മിറർ വർക്ക്, പിന്നെ ചിക്കൻ കറി, പിന്നെ ഏതായിരുന്നു അരിവർക്ക്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കംപ്ലീറ്റ് ആക്കാനുണ്ട്, എംബ്രോയ്ഡറി അല്ലാണ്ടുള്ളത്. അപ്പോൾ അതും പിന്നെ ഇല്ലുസ്ട്രേഷൻസ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അതായത് ട്രാക്ക് ചെയ്ത് പോകാം. പിന്നെ ഞാനിതിൽ മാനിഫെസ്റ്റേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട് ചെറുതായിട്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് വട്ടാണ്, 2025 ജെൻസി ആയിട്ട് ഈ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിലെന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിൽ ഞാൻ 2-3 തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 25% റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കാം എനിക്ക് അതിലൊരു വിശ്വാസം വന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു കേട്ടോ. പിന്നെ
ഒരു വെറൈറ്റി അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ എന്തായാലും വീണ്ടും അതായത് ആദ്യം അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വല്ലാണ്ട് ഇതാവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാനിഫെസ്റ്റേഷന് ഒരു ട്രാക്കർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം വർക്ക് ആവോ ഇല്ലേന്നറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ജെൻസി പിള്ളേരായിട്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഈ വിശ്വസിക്കുന്നുണ്ടല്ലോ. പൊതുവേ നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വാദമാണ്. അതൊന്ന് മാറ്റി എഴുതി കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കില്ലെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ മാസത്തെ പൂജോ സെറ്റപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.